സ്വാഗതം. ഇൻസൈറ്റിൽ ഇന്ന് KN കുഞ്ഞാമതുണ്ട്. നമ്മളിന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലാകെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു ആരോപണത്തെക്കുറിച്ചും അതിന്മേൽ കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടിയെക്കുറിച്ചുമൊക്കെയാണ്. അത് ഏകപക്ഷീയമായതിനെക്കുറിച്ച് ആ സംഭവത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് നമ്മൾ സമൂഹം എന്നുള്ള നിലയ്ക്ക്, വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയ്ക്ക്, ഭരണകൂടം എന്നുള്ള നിലയ്ക്കൊക്കെ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചും സമീപനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വാഗതം ഇൻസൈറ്റ്. ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവ്, അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമത്തെ തുടർന്നുണ്ടായ ഗർഭഛിദ്രം, അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും കോൺഗ്രസ് പാർട്ടി ചില നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മുൻകാലത്തും ഇത്തരം പൊതുപ്രവർത്തന രംഗത്തുള്ള ജനപ്രതിനിധികളായിരിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ വരുന്നത്. നമ്മളിതിനെ വളരെ വ്യക്തിപരമായിട്ട് കാണണമോ അതോ ഇത് അധികാരം, രാഷ്ട്രീയ അധികാരം, സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ ആയി ബന്ധപ്പെടുത്തി കാണണോ? അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ടാണോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്? സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു സമകാലീനതയിൽ വെച്ച്, ആസന്ന സന്ദർഭത്തിൽ വെച്ച് വിശകലനം ചെയ്യുന്ന, അപഗ്രഥനം ചെയ്യുന്ന ഒരു പതിവാണ് നമ്മൾ എത്രയോ കാലമായി പിന്തുടർന്ന് പോരുന്നത്. അത് പെട്ടെന്ന് ആളുകൾക്കിടയിൽ ഒരു ഇളക്കം ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു ഇളക്കം ഉണ്ടാക്കി അവസാനിക്കേണ്ട ഒന്നല്ല. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, പൊതുപ്രവർത്തനം എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ ലോകത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നതോടെ അയാളുടെ ജീവിതം വളരെ സുതാര്യമായിരിക്കണം, ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ആ ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത് പലരും കരുതുന്നത് പോലെ അയാളുടെ ജീവിതം തുറന്നു വച്ചിരിക്കുന്നു, അയാളുടെ ജീവിതത്തിൽ രഹസ്യങ്ങളില്ല, ആ അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് എന്ത് ചെയ്യുമ്പോഴും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്, അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് എപ്രകാരമാണ് ഊർജം പകരുക, ഒരു വിധത്തിലും അതിന് പരിക്കേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനവും, ഉദാഹരണമായിട്ട് അലസമായുള്ള ഒരു വാക്കുപോലും ഇല്ലാതിരിക്കാനുള്ള നിതാന്തമായ സ്വയം ജാഗ്രത, അതാണ് ഒന്നാമത് വേണ്ടത്. ആ സ്വയം ജാഗ്രതയിൽ നിന്ന് വഴിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ, അത് ചോദ്യം ചെയ്യാൻ സംഘടന, സമൂഹം, അതിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് ഇത്തരം ഒരു ചർച്ചയ്ക്ക് പെട്ടെന്ന് നിമിത്തമായി തീർന്ന സംഭവം, രാജീവ് ശങ്കർ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അത് മാധ്യമങ്ങളിലിപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഓരോരോ വിശദാംശങ്ങളെക്കുറിച്ചും തലനാഴിക കീറി വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്ക് സത്യത്തിൽ വെറും ഒരു വാക്കല്ല. ഹൂ കെയേഴ്സ്? അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു വാക്കാണ്. കാരണം തെറ്റ് ചെയ്തു, സ്വയം തിരുത്താമായിരുന്നു, തിരുത്തിയില്ല, അത് സമൂഹം കണ്ടെത്തി. ആ കണ്ടെത്തിയ സമയത്തെങ്കിലും, പ്രത്യേകിച്ചും ഇത്തരമൊരു അതിക്രമത്തിന് വിധേയരായ മനുഷ്യരുടെ പരാതികളും പരിഭവങ്ങളും അവരുടെ പ്രതിഷേധങ്ങളും വളരെ ശക്തമായി തീർന്ന ഒരു പശ്ചാത്തലത്തിലെങ്കിലും മിനിമം, ഞാൻ പറയുന്നത് അതൊരു ധാർമ്മിക പ്രശ്നമല്ല. ധാർമ്മിക പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്ത കൊള്ളരുതായ്മയെക്കുറിച്ച് നമ്മൾ തന്നെ കണ്ടെത്തി അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള ധീരതയാണ്. അത് പുലർത്തിയില്ല. പിന്നെ രണ്ടാമത്തേത്, ഒരർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ അഭിമാനകരമായ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് പഴയ കാലത്തൊക്കെ അതിക്രമത്തിന് ഇരയായവർ
ആ അതിക്രമം മൂടി വെച്ച് അതിനോട് പൊരുത്തപ്പെട്ട് ഒത്തുപോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് ഈ ആക്രമികൾക്ക് വലിയ ഊർജം പകർന്ന ഒന്നാണ്. തങ്ങളൊരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല, തുറന്നു കാണിക്കപ്പെടില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് അവർ തുടർന്നും ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ആശയ ലോകവും നമുക്കുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പല ചൊല്ലുകളും, ഓരോ ചൊല്ലും നമ്മൾ പ്രത്യേകം അപഗ്രഥിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വാഴയെന്ന് മുള്ളിൽ വീണാലും മുള്ളിയെന്ന് വാഴയിൽ വീണാലും വാഴക്കാണ് കേട്. അങ്ങനെ കേട് അല്ലെങ്കിൽ പരിക്ക് ഏൽക്കാൻ ആ വാഴ നിന്നു കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതായത് സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അത് പൊതുജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ, ലിംഗവിഭാഗങ്ങൾക്കിടയിലൊക്കെ ഒരു വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. ആ ഉണർവാണ് പ്രതീക്ഷ സത്യത്തിൽ. ആ ഉണർവുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള അതിക്രമങ്ങൾ പുറത്തു വരുന്നത്, ഈ രീതിയിലുള്ള ജനകീയ സംവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത്. പക്ഷേ ഞാൻ പറയാൻ ശ്രമിച്ചതല്ല, ഈ ഹൂ കെയേഴ്സ് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും കൊള്ളരായ്മകളൊക്കെ നടന്നിട്ടുണ്ട്. അത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രയോഗം സത്യത്തിൽ ഈ 90കൾക്ക് ശേഷമുള്ള നവലിബറൽ കാഴ്ചപ്പാടിൻ്റെ ഒരു മുദ്രാവാക്യമാണ് ശരിക്കും. അതായത് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും യൂസ് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ്, ഉപയോഗിക്കുക, വലിച്ചെറിയുക, ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഉപയോഗിക്കുകയും വലിച്ചെറിയുകയും മാത്രമല്ല, മറിച്ച് വലിച്ചെറിയപ്പെട്ട സ്ഥലത്തു നിന്ന് ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ചവിട്ടി വീഴ്ത്തുന്ന അല്ലെങ്കിൽ വീഴ്ത്തുമെന്ന താക്കീതും മുന്നറിയിപ്പൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോവുകയാണ്. അപ്പം നവലിബറൽ നയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യബോധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ സാമ്പത്തിക ഉദാരീകരണത്തെക്കുറിച്ച് നമ്മൾ വളരെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാംസ്കാരിക രംഗത്തെ ഉദാരീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ ഒരു അന്വേഷണം സത്യത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ അതായത് ഈ നവലിബറൽ മൂല്യബോധത്തിൻ്റെ ഒരു പാസ്വേഡായിട്ടാണ് ഞാൻ വളരെ ഭയത്തോടെ ഹൂ കെയേഴ്സ്, നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളിൽ പോലും ഇതൊക്കെ ആര് പരിഗണിക്കാൻ, നിൻ്റെയൊക്കെ നിലവിളി, നിൻ്റെയൊക്കെ നെഞ്ചത്തടി അതൊരു കോമഡി ഷോ അല്ലാതെ ആര് പരിഗണിക്കാൻ എന്ന രീതിയിൽ പൊതുപ്രവർത്തനത്തിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ വായനയെക്കുറിച്ചുള്ളൊരു എപ്പിസോഡിൽ പലതരം വായനയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പൊതുവായന എന്നൊരു പരികല്പന മുന്നോട്ട് വച്ചിരുന്നു. സത്യത്തിൽ പൊതുവായന എന്ന് പറയുന്നത് മറ്റെല്ലാ വായനകളെയും ചേർത്ത് നിർത്തുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു വലിയ ആവിഷ്കാരമാണ്. അപ്പോൾ പൊതു ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നവർ പുലർത്തേണ്ട ചില നൈതികതയുണ്ട്, നീതി മൂല്യങ്ങളുണ്ട്, ധാർമ്മികതയുണ്ട്. അതൊന്നും പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടം മാത്രമൊന്നുമല്ല, നമ്മളിപ്പോൾ ഏറ്റവും ആഴത്തിൽ മനുഷ്യബന്ധത്തിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ തൊഴിൽ മേഖലകളുണ്ട്. ഡോക്ടർമാർ, വക്കീലന്മാർ, ന്യായാധിപന്മാർ, അധ്യാപകർ ഉൾപ്പെടെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരിൽ ചിലർക്കൊക്കെ എതിരെ ചിലപ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ, അതിക്രമങ്ങൾക്ക് ഇരയായവർ അവതരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഷോക്കുണ്ട്. നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്നത് ഈ പോക്കിരികൾ, തമ്മാടികൾ, അവരുടെയൊക്കെ ഒരു പ്രവർത്തനമാണിത്. ഇത് സാധാരണ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്നവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക്, അതിൻ്റെ നേതാവിൻ്റെ മുറിയിലേക്ക് എപ്പോഴും എന്ത് പരാതി പറയാനും എന്ത് ആവശ്യങ്ങൾ ഉന്നയിക്കാനും കയറി ചെല്ലാൻ അവകാശമുണ്ടല്ലോ. ഇതൊരു ഓപ്പൺ സ്പേസാണല്ലോ, തുറന്ന വേദിയാണല്ലോ. അപ്പോൾ അതുവഴി ജനങ്ങളുമായുള്ള നിരന്തര ബന്ധത്തിലൂടെ ആർജിക്കുന്ന ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ട്.
അത് സങ്കുചിതമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് തന്നെ കുറ്റകൃത്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആളുകളെ പരിചയപ്പെടൽ എന്ന് പറയുന്നത്, ഒരാൾക്ക് പരിചയപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ ആ പരിചയപ്പെടുന്നത് പോലും അതിക്രമമായി തീരാം. സ്നേഹത്തിൻ്റെ സ്പർശമില്ലാത്ത ഒരു സമ്പർക്കം, അതുപോലെ പ്രണയമില്ലാത്ത പരസ്പര പ്രവേശനം, ഉത്തരവാദിത്വ ബോധമില്ലാത്ത കർമ്മങ്ങൾ, ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ സാധാരണ അതിൻ്റെ ഒരു ഭീകരതയിൽ എത്തുമ്പോഴാണ്. അതെ, അതായത് വെർബൽ റേപ്പൊക്കെ നമ്മൾ അതെല്ലാം ഒരു തമാശയായിട്ട് നമ്മളങ്ങ് പൊറുപ്പിക്കും. നമ്മളൊന്ന് ഉണരണമെങ്കിൽ, ഒന്ന് നടുങ്ങണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ അതിക്രമത്തിന് വിധേയമാകുന്ന ഇനിയൊന്നും പ്രതികരിക്കാൻ ബാക്കിയില്ലാത്ത വിധം വീഴണം. അപ്പം മാത്രമേ ഉള്ളൂ. വാക്കുകൾ കൊണ്ടുള്ള ബലാത്കാരമൊന്നും ഇപ്പം ബലാത്കാരം അല്ലാതായി കഴിഞ്ഞു. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഏതാണോ ഇതിൻ്റെ സ്രോതസ്സ്, ആ സ്രോതസ്സിൽ വെച്ച് തന്നെ അതിനോട് എതിരിടാനുള്ള ഒരു ഊർജ്ജം ജനായത്തത്തിന് ഉണ്ടായിത്തീരണം. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ആ വാക്കിനെക്കുറിച്ച്, വാക്കല്ല 2 വാക്ക് ചേർന്ന് ആ പ്രയോഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അതൊരു നവ ഉദാരീകരിക്കുന്ന കാലഘട്ടത്തിൻ്റെ തുടർച്ചയിൽ സംഭവിച്ചു വരുന്നതോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ തുടർച്ചയായി വരുന്നൊരു പ്രയോഗമായിട്ട് പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ ഈ കഴിഞ്ഞൊരു 10-12 കൊല്ലമായിട്ട് രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്ന ഒരു ഹൂ കെയേഴ്സ് എന്നുള്ള മനോഭാവം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ബുൾഡോസർ പ്രയോഗിച്ചാൽ, വീടുകൾക്കെതിരെ ബുൾഡോസർ പ്രയോഗിച്ചാൽ അതിനെതിരെ പരാതിപ്പെട്ടാൽ ഹൂ കെയേഴ്സ് എന്നൊരു മനോഭാവം ഭരണകൂടം പ്രകടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ ഉയർന്ന പ്രക്ഷോഭങ്ങളോട് ഇതേ മനോഭാവം പുലർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഒരു ഭരണകൂടമോ ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നൊരു പ്രത്യയശാസ്ത്രമോ ആ ഒരു ആറ്റിറ്റ്യൂഡ് പുലർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിച്ചതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കുമോ ഈ ചെറുപ്പക്കാരനായ നേതാവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രയോഗം വരുന്നു? വളരെ പ്രസക്തമായുള്ളൊരു ആലോചനാ വിഷയമാണ്. കാരണം സമീപകാലത്ത് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള നടുക്കം കൊള്ളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബുൾഡോസറിനെ ആനയിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ വരെ, ഈ ബുൾഡോസർ പ്രയോഗിച്ചിട്ട് വീടുകളൊക്കെ ഇടിച്ച് നിരത്തിയതിൽ അഭിമാനിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആദിത്യനാഥ് യോഗിയെ സംബന്ധിച്ചിടത്തോളം ബുൾഡോസർ മാമ അതൊരു ബിരുദമായിട്ട് മാറുകയാണ്. അതായത് കൊള്ളരുതായ്മക്ക് വലിയ അംഗീകാരം കിട്ടുകയാണ്. അപ്പോൾ അത്തരൊരു പശ്ചാത്തലത്തിൽ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായുള്ള കൊള്ളരുതായ്മകൾ നടക്കുകയും ആ കൊള്ളരുതായ്മകളെ വേണ്ട ഇത് അടയാളപ്പെടുത്തപ്പെടാതെ പോവുകയും അതൊക്കെ ജനായത്തം ഒരു വിമർശനപരമായി ഉന്നയിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹൂ കെയേഴ്സ് എന്നുള്ള, നിങ്ങൾ കിടന്ന് ചലച്ചോ, നിങ്ങൾ കാണിച്ചാൽ കുറച്ച് മുദ്രാവാക്യം വിളിച്ചോ, പിരിഞ്ഞു പോയിക്കോ, ഇതൊക്കെ ആര് പരിഗണിക്കാൻ എന്നുള്ള വളരെ ജനായത്ത വിരുദ്ധമായുള്ളൊരു കാഴ്ചപ്പാട് മൊത്തത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മൂലധന ഭീകരതയുടെ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യയിൽ ജാതി ഭീകരതയുടെയും നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിലും മറ്റ് മണ്ഡലങ്ങളിലും ഇതേ സമീപനം. ഈ അടുത്ത് മലയാളിയായുള്ള വയനാട്ടിലെ പുൽപ്പള്ളിക്കാരനായുള്ള ഒരു അഷ്റഫ് കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ വായിക്കുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറയാനല്ല, അത് പ്രയോഗത്തിൽ വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഷ്റഫിനെ അടിച്ചു കൊന്നിട്ട് ആ മൃതദേഹം ആ വഴിയിൽ കിടക്കുമ്പോൾ കളി തുടരുകയാണ്. അതെ. അപ്പോൾ നമ്മളിപ്പം ഹൂ കെയേഴ്സ് എന്നുള്ളത് ഒരു ഭാഷാപ്രയോഗം മാത്രമല്ല, അത് പ്രയോഗത്തിൽ ഇന്ത്യയിൽ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ശരിയാണ്. അതിൽ ഈ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നവഫാസിസ്റ്റ് പ്രവണതക്കെതിരെ പൊരുതുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരിൽ നിന്ന് പോലും അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോക്കിൻ്റെ മുകളിൽ ഷോക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു വ്യക്തിപ്രശ്നമായിട്ട് മാത്രം, അതായത് ഇതിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനെ ഒരു വ്യക്തിയിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല അത് ശരിക്കും. ഇത് പലതും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പല കാരണങ്ങളാൽ പുറത്തു വരാതെ പോകുന്നുണ്ട്. സ്ത്രീപക്ഷ ഉണർവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ആ ഉണർവാണ് ചില ഇതുപോലുള്ള അതിക്രമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതേസമയം പല കാരണങ്ങളാൽ ഇത് ഉയർത്തപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ പൊതുപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ തൊഴിലിൻ്റെയും എല്ലാ മനുഷ്യൻ്റെയും ധാർമ്മികമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള വലിയൊരു ഉള്ളുണർവ് നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീനാരായണൂരൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മതങ്ങളിലും മതേതര ചിന്തകളിലും കലാസാഹിത്യ അന്വേഷണങ്ങളിലും ഒക്കെ ആവർത്തിക്കപ്പെടുന്ന ഒരു മനുഷ്യപ്പറ്റ്, അപരവിദ്വേഷ കറ പുരളാത്ത വാക്കും പ്രവൃത്തിയും ഒക്കെ ഉണ്ടായിത്തീരുക എന്നുള്ളത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ പല രീതിയിൽ അധികാരമുള്ളവരുടെ നമുക്കിപ്പോൾ അധികാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കും. എത്രമാത്രം അധികാരം കൂടുന്നോ അത്രമാത്രം നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കണം. അതിന് പകരം ചെറിയൊരു അധികാരമുള്ളപ്പം തന്നെ ഒരു ഉത്തരവാദിത്വം പുലർത്താതിരിക്കുകയും അധികാരം കൂടുന്നതിനനുസരിച്ച് കൂടിയ അധികാരത്തെ പലതരത്തിലുള്ള ചൂഷണത്തിനുള്ള തൻ്റെ അതിസങ്കുചിതവും നീചവുമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്താൽ, ഇപ്പോൾ CJ തോമസോ മറ്റോ ആണ് മുമ്പൊരു പ്രബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്, താൻ ഏറ്റവും പ്രിയത്തോടെ ഭക്തിയോടെ രാവിലെയും വൈകുന്നേരമൊക്കെ പൂജിക്കുന്ന വിഗ്രഹം മോഷണം പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു ഭക്തനുണ്ടാവുന്ന സങ്കടം. ആരാ വിഗ്രഹം മോഷ്ടിച്ചാൽ അത് പെട്ടെന്ന് കണ്ടെത്തണേ എന്നുള്ള അയാളുടെ തുടർന്ന് വരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ എന്ന് അയാൾ കരുതുന്നു അന്വേഷണത്തിൻ്റെ സൂക്ഷ്മത കൊണ്ടാവാം അത് കണ്ടെത്തിയപ്പോൾ ഈ മോഷണം നടത്തിയത് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയാണ് എന്ന് കേൾക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്നൊരു ഷോക്കുണ്ട്. ഏറെക്കുറെ അതിനോട് സമാനമാണ് ഇപ്പം സർവകലാശാലകളിൽ വിദ്യാർത്ഥികളെ അറിവിൻ്റെ ലോകത്തിലേക്ക് നയിക്കേണ്ടവർ പല ഗൈഡുമാരെക്കുറിച്ചൊക്കെ ഉയർന്നു വന്ന അവരൊക്കെ അറിവിൻ്റെ ലോകത്ത് വ്യാപരിക്കുന്നവരാണ്. അവർ അതേപോലെ തന്നെ അറിവിൻ്റെ ലോകത്ത് അന്വേഷണം നടത്തുന്നവരാണ് ഈ റിസർച്ച് ഗവേഷണത്തിൽ ഏർപ്പെട്ടവർ. ആ ഗവേഷണത്തിൽ ഏർപ്പെട്ടവർക്ക് അറിവിൻ്റെ ലോകത്തിൽ വഴി കാണിക്കേണ്ടവരാണ്. ആ വഴി കാണിക്കേണ്ടവരാണ് ഈ ഗവേഷണത്തിൽ ഏർപ്പെടുന്നവരെ വളയ്ക്കാൻ പറ്റുമോ നമ്മൾ ഇന്നത്തെ ഒരു വാക്ക്. ആ വാക്ക് തന്നെ വളരെ വൃത്തിയായിട്ടൊരു വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പ്രവണതക്കെതിരെ, ഈ പ്രവണതയുടെ വേരെവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള അവിടെയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സാംസ്കാരിക രംഗത്തെ ഉദാരീവൽക്കരണം ഒന്നിനോടും ഒരു ഉത്തരവാദിത്വം പുലർത്തേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത്. അതായത് ഒരു ഹെഡണിസം, ഒരു ആനന്ദവാദം. നമുക്ക് ആരോടും ഉത്തരവാദിത്വമില്ല, നമ്മളോടും ഉത്തരവാദിത്വമില്ല. പരമാവധി ആനന്ദം, പരമാനന്ദം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക. എല്ലാം അനുവദനീയമാണ് എന്നൊരു തിയറിയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് നമ്മളിപ്പോൾ ആരോടെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ പെരുമാറിയിട്ട് അവരുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ മനുഷ്യന്മാരാണെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രയാസമില്ലേ? അതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ചെറിയ കുട്ടികൾ മുതൽ ആശുപത്രിയിൽ രോഗികളായി കിടക്കുന്ന വൃദ്ധകൾ വരെ, അതിനപ്പുറം മൃതദേഹങ്ങളോട് വരെ ഭീകരത പുലർത്തുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ അതിൻ്റെ വേരുകൾ കണ്ടെത്തി രണ്ട് തരത്തിലുള്ള ഇടപെടൽ ആവശ്യമുണ്ട്. ഒന്ന്, എക്സ് ആയാലും വൈ ആയാലും ആരാണോ ഇത്തരം കൊള്ളരുതായ്മ ചെയ്യുന്നത് അവരെ എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും നീക്കുകയും മാതൃകാപരമായിട്ട് വെച്ച് പൊറുപ്പിക്കില്ല. ഞങ്ങളുടെ സംഘടനയിൽ
ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ആ സംഘടനയുടെ ജോലിയാണ്. അതോടൊപ്പം ആ സംഘടനയും മറ്റ് സംഘടനകളും എല്ലാം ഉൾക്കൊള്ളുന്ന, സംഘടന ഇല്ലാത്തവരും ഉൾക്കൊള്ളുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത്രത്തോളം തന്നെ ആഴത്തിൽ, ചിലപ്പോൾ അതിനേക്കാളും ആഴത്തിൽ ഈ പ്രവണതകൾ ഏത് പശ്ചാത്തലത്തിൽ എങ്ങനെ എന്തുകൊണ്ട് വളരുന്നു, കൂടുതൽ വളരാൻ കാരണം എന്താണ്, അതെങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള നിരന്തരമായ സംവാദങ്ങളും ചർച്ചകളും മാത്രം പോരാ, പ്രായോഗിക പദ്ധതികളും രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ഇത് പറയുമ്പോഴേക്ക് ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ കൂടുതൽ പേർ ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ച് പറയാൻ സന്നദ്ധരാകുന്നു. ഇപ്പോൾ നേരത്തെ ഈ അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമത്തെക്കുറിച്ച് പറയുന്ന ആളുടെ മാനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട് വരിക, അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ ഇകഴ്ത്തപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അത് തുറന്ന് പറയുകയും പരാതിപ്പെടാനും ഒക്കെ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളതൊരു ഒരു ശുഭോദർക്കമായ കാര്യമായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഉണ്ടായിരിക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ പേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. മുൻകാലത്ത് നമ്മൾ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്. എം മുകേഷ് എന്ന പേര് കേട്ടിട്ടുണ്ട്, പി കെ ശശി എന്നുള്ള പി ശശി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്, എം വിൻസെൻ്റ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ നിന്ന് അത്രയും പേരുകൾ കേട്ടിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിൽ നിന്ന് ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ട് പുറകെ ഉണ്ടായ എന്താ പറയുക ആരോപണങ്ങളുടെ കുത്തൊഴുക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ ഒരു പ്രശ്നത്തെ അതിൻ്റെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള, ഞാൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, പൊതുവിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അധികാരത്തിലുള്ളവർ പ്രത്യേകിച്ചും, അതിൻ്റെ ഒരു ഗൗരവത്തിൽ അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇപ്പോൾ കെ എനൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു തിരുത്തലിനോ നടപടികളിലേക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അലസമായി കാണാൻ കഴിയാത്ത ഒന്നാണിത്. അതിൻ്റെ പേരിൽ ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അത് തെളിയിക്കപ്പെട്ടാൽ അവരെ പിന്നെ വെച്ച് പൊറുപ്പിക്കാത്ത നിലപാട്, ആ നിലപാട് ചിലപ്പോൾ പരിമിതികളുണ്ടാവാം, നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഈ പ്രശ്നത്തിലും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അത്തരം നിലപാടുകൾ അനിവാര്യമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഉണ്ടായ നിലപാടുകൾ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഉണ്ടായല്ലോ. അത്രത്തോളം ഉണ്ടാവാൻ കാരണം, അത്രത്തോളം ഉണ്ടായി, അത് പ്രതീക്ഷിക്കാത്ത വേഗത്തിലുണ്ടായി. വേഗത്തിലുണ്ടായി. അതിന് കാരണം, അതിൽ നമുക്കൊരു ആവേശം നൽകുന്ന കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ കാഴ്ചപ്പാടിനപ്പുറത്ത് തന്നെ ഒരു ഉണർവുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണർവുണ്ടാവണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കാം, പക്ഷെ അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരു സ്വകാര്യ പ്രശ്നമല്ല, അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചേരി തിരിഞ്ഞുള്ള ഒരു വൈകാരികത ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ വൈകാരികത ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലും അത് മാറ്റിവെച്ചിട്ട്, നമുക്ക് കൃത്യമായിട്ട് അതിനെ മാറ്റിവെക്കാനൊന്നും കഴിയില്ല, പക്ഷേ എന്നാലും എല്ലാവരും കൂടി, അതായത് എക്സ് പാർട്ടിയിൽ, ഏത് പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടിയുടെ മാത്രമല്ല എല്ലാ പാർട്ടിയുടെയും, പാർട്ടിയിലില്ലാത്തവരുടെയും ഒരു പൊതു ഉത്തരവാദിത്തമായിട്ട് അതിനെ കണ്ടിട്ട് ഇത്തരം ആളുകളെ അവരാരായാലും ശരി മാറ്റി നിർത്തുക തന്നെ ചെയ്യും എന്നൊരു നിലപാടാണ് വളർന്നു വരേണ്ടത്. അതിന് അനുയോജ്യമായുള്ളൊരു ആശയപ്രചാരണം അനിവാര്യമായിട്ടും നടക്കണം. എനിക്ക് തോന്നുന്നത് ചെറിയ തോതിലാണെങ്കിലും അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് വലിയൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്ത്രീപക്ഷ ഉണർവിനെ പറ്റി പറഞ്ഞു. ആ സ്ത്രീപക്ഷ ഉണർവ് ഉണ്ടായിട്ടും ആ സ്ത്രീപക്ഷ ഉണർവിൻ്റെ ഊർജവും വെളിച്ചമൊന്നും ഇനിയും എത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ടല്ലോ. അതുപോലെ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ആളാണെങ്കിൽ ആ മനുഷ്യനെ ന്യായീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പോൾ അത് ഇല്ലാതാവണം.
അപ്പോൾ ആ നിലക്ക് അതിനനുയോജ്യമായുള്ള ആശയങ്ങൾ നിരന്തരം ഉൽപ്പാദിപ്പിക്കപ്പെടണം. പിന്നെ ചിലരെ ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, വളരെ വ്യാജമായ ആരോപണങ്ങൾ അവതരിപ്പിച്ച് തകർക്കാനുള്ള ശ്രമവും ഇന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെ ജാഗരൂകമായി ഇടപെടേണ്ട ഒരു ഇടമാണിത്. വളരെ എളുപ്പമാണ്. ഇപ്പം തന്നെ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, അത് തമാശയായിട്ടാണ്, നല്ല തമാശയായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, അങ്ങനെ ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, കരുതണം. അപ്പോൾ സത്യത്തിൽ ഈ സ്ത്രീപക്ഷ ഉണർവ് എന്ന് പറഞ്ഞാൽ ജനായത്ത ഉണർവാണ്. ആ ജനായത്ത ഉണർവ് മനുഷ്യരുടെ ആരോഗ്യകരമായ ഒന്നിച്ചു ചേരലിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. പക്ഷേ അതേ ജനായത്ത ഉണർവ് പരസ്പരമുള്ള മനുഷ്യൻ്റെ ജനായത്തപരമായ ബന്ധത്തെ പോലും സംശയത്തിലേക്കും സന്ദേഹത്തിലേക്കൊക്കെ കൊണ്ടുപോവുകയും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏത് സമയവും അപകടം വരാം, അപവാദം കേൾക്കേണ്ടി വരും, അതുകൊണ്ട് കരുതിക്കോ എന്നൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവണതകളൊന്നും പുലർത്താത്തവരോടും ആളുകൾ സതുദ്ദേശപരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സതുദ്ദേശം എന്നുള്ളത് വിതിൻ കോട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെയൊരു ഭയവും ഉണ്ടായി തീർന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയ ആരോഗ്യകരമായൊരു മനുഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് മുന്നോട്ട് വെക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനമായിട്ടൊരു കാര്യമാണ് ചോദിച്ചോട്ടെ. ഇപ്പോൾ വന്ന ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇത്തരം ആക്ഷേപങ്ങളുണ്ടല്ലോ, അതിന് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ വിവിധ ഘടകങ്ങളിൽ ഈ സ്ത്രീ പ്രാതിനിധ്യത്തിനുണ്ടാകുന്ന ഇപ്പോഴുമുള്ള കുറവ് അതൊരു വലിയ കാരണമല്ലേ? സത്യം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ കൂടെ ചിന്തിക്കേണ്ടതല്ലേ? വളരെ വളരെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വളരെ എന്താ പറയുക, അടിയന്തര പ്രാധാന്യം കൊടുത്ത് ചർച്ചക്കെടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ കുറവ് പലതരത്തിൽ ഉള്ള നിഷേധ പ്രവണതകൾക്കിടയാക്കും. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം എന്നുള്ളത് എക്കാലത്തുള്ള മുദ്രാവാക്യമാണ്. അതോടൊപ്പം തന്നെ 1, 2, 3, 4 സ്ത്രീകളായി നിൽക്കുമ്പോൾ ജനായത്ത വിരുദ്ധ മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് അവർ നടത്തുന്ന ഇടപെടൽ നടത്താൻ പറ്റുമെങ്കിൽ കൂടുതൽ ആളുകൾ വരുന്നതോടുകൂടി, അത് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിലെ ഒരു തത്വമുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ലീഡ്സ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പല എന്താ പറയുക പരിമിതികളുള്ള ആളുകളുടെ പരിമിതി അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അതായത് കുമാരനാശാൻ പറയുന്നുണ്ട്, പരിസര ശക്തി ഗുണത്താൽ ധർമ്മിഷ്ഠരാകും പാപിഷ്ഠർ പോലും. പരിസര ശക്തി ഗുണത്താൽ പരിശുദ്ധരാകും പാപിഷ്ഠർ പോലും. അപ്പോൾ ഈ പരിസര ശക്തി ഗുണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പലതരത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം. 50% അല്ല, 50% അനിവാര്യമായിട്ടും തുടക്കം മുതൽ ഉണ്ടാകേണ്ടതായിരുന്നു. അന്നു മുതൽ അത് ഉണ്ടായില്ല. അതുകൊണ്ട് അതിനൊരു നഷ്ടപരിഹാരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ഉണ്ടാവണം, ട്രാൻസ് മനുഷ്യർക്ക് ഉണ്ടാവണം. അങ്ങനെ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രവർത്തനം, നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം ഇതിൻ്റെ വേരുകളിങ്ങനെ നമ്മുടെ ബോധത്തിൽ മാത്രമല്ല അബോധത്തിലും ബന്ധങ്ങളിലൊക്കെ പടർന്നു കിടക്കുകയാണ്. ഇപ്പം പ്രഭാഷണ വേദിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിലുള്ള ആളാവില്ലല്ലോ അതായത് അവസരം കാത്തു നിൽക്കുന്നവർ, അവസരം സൃഷ്ടിക്കാൻ കഴിവുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്തരീക്ഷത്തിൻ്റെ അകത്താണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം സൗഹൃദമായിരിക്കും, ചിലപ്പോൾ സൗഹൃദം പോലും ഇല്ലാത്ത അതിക്രമമായിരിക്കും. നമുക്കിതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് കൃത്യം പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സന്ദർഭത്തിലായിരിക്കും ഇത് പുറത്തു വരുന്നുണ്ടാവുക. അതിലേക്ക് നയിച്ച ഓരോരോ പടവുകളെക്കുറിച്ച് നമുക്ക് കൃത്യം പറയാൻ കഴിയില്ല.
ഈ പുറത്ത് പറയുന്നവർ പോലും എല്ലാ കാര്യങ്ങളും പുറത്ത് പറയുന്നുണ്ടാവില്ല. ഇങ്ങനെ വളരെ സങ്കീർണമാണ്. പക്ഷേ ഇതിനെ മനുഷ്യ സമൂഹത്തിന് അതിവർത്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ്. കാരണം ഇപ്പം വിവിധ പാർട്ടികൾ, ആ പാർട്ടികൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലക്ക് പൊതുപ്രവർത്തനത്തിൽ തീരെ ഇല്ലാത്ത ഒരാളെ അപേക്ഷിച്ച് അവരോട് ആളുകൾക്കൊരു ആദരവുണ്ടാവും. കാരണം ഇപ്പം പൊതുപ്രശ്നത്തിന് വേണ്ടിയാണല്ലോ എന്നൊരു ഇതുണ്ടാവും. അയാളുടെ കാഴ്ചപ്പാടൊക്കെ തെറ്റാണ് എന്നൊക്കെ എന്നുള്ള വിമർശനം ഉണ്ടാവും. പല കാര്യങ്ങളിലും അഭിപ്രായ അവരിതിന് നിൽക്കുന്നില്ല, അവരല്ലേ ഇതിനുള്ളൂ എന്നൊരിതുണ്ടാവും. അത് തകർന്നാൽ പിന്നെ ഇപ്പം നമ്മൾ ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങളിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രയോഗം ഇന്നും നമ്മളെയൊക്കെ ഉന്മത്താക്കുന്നുണ്ട്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, അതിന് പകരം ഇരുട്ടിനെന്തൊരു ഇരുട്ട് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെട്ടാൽ അതെന്തിൻ്റെ പേരിലായാലും ഏതെങ്കിലും വ്യക്തിയുടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നഷ്ടമായിരിക്കില്ല, മൊത്തം ഒരു ജനസമൂഹത്തിൻ്റെ നഷ്ടമായിരിക്കും. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാജിവെച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച യുവ MLA-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വീണ്ടും ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ അതങ്ങനെ ഏതെങ്കിലും ഒരു സമകാലീന സാഹചര്യത്തിൽ മാത്രം സംസാരിച്ച് പോകേണ്ട ഒരു വിഷയമല്ല. നിരന്തരം സംസാരിക്കുകയും നിരന്തരം സംവദിക്കുകയും ഇതെങ്ങനെ പ്രതിരോധിക്കണം, എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് കണ്ടെത്തി കുറെ കൂടെ ആഴത്തിൽ പരിശോധിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു KN. അതിനൊപ്പം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ആ 2 വാക്കുകൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു KN. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.